ഹലോ ഗേൾസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമില്ല, രാവിലത്തെ ഡ്യൂട്ടി സ്റ്റാർട്ടിങ് ആക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ പണിക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കോഴി ചിക്കൻ ഫ്രൈ, വെള്ളച്ചോറ്, പരിപ്പും റെഡിയാക്കണം. അപ്പോൾ ഞാൻ അരി നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്, ചിക്കൻ ഒന്ന് നേരത്തെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരിപ്പിലൊക്കെ ഒന്ന് കഴുകി അടുപ്പിലോട്ട് വെക്കണം. പിന്നെ ഈ കോഴി പൊരിക്കുക, വെള്ളച്ചോറ് വയ്ക്കുക, ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യലാണ് കേട്ടോ. നമുക്ക് നേരെ പരിപ്പ് റെഡിയാക്കണം. പരിപ്പിന് ഞാനൊരു കണക്കിന് 2 കപ്പ് പരിപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് കഴുകി അടുപ്പിലോട്ട് വയ്ക്കുക. ഇന്നത്തെ രാവിലത്താണ് കേട്ടോ, ഇന്നത്തെ പണിക്കാർക്കുള്ള ഫുഡാണത്. അങ്ങനെ 3 ഐറ്റം ഞാൻ അടുപ്പിൽ സ്റ്റാർട്ടിങ് ആക്കി വെച്ചിട്ടുണ്ട്. കോഴി പൊരിക്കാനായിട്ടും, വെള്ളച്ചോറ് വയ്ക്കാനായിട്ടും, പരിപ്പ് പുഴുങ്ങാനായിട്ട്. പരിപ്പൊന്ന് പുഴുങ്ങി കഴിഞ്ഞാൽ അതിൽ മസാല ഒക്കെ ഇടാറുണ്ട്. ആദ്യം ഇത് പുഴുങ്ങി വരുമ്പോൾ കുറച്ച് അതിൻ്റെ വേസ്റ്റ് ഈ പതയൊക്കെ വരും, അതിനൊക്കെ ഒന്ന് കോരി മാറ്റുക. എന്നിട്ടാണ് നമുക്ക് മസാല ഇടാവുള്ളൂ പരിപ്പിൽ. അപ്പോൾ ചോറിന് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അരിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ 3 ഐറ്റംസ് ഞാൻ ഒറ്റ പണിയിൽ തന്നെ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പണി പെട്ടെന്ന് തീരുമല്ലോ. അതിലേക്കാണ് ഇത് നമുക്ക് പരിപ്പിലിടാനുള്ള മസാല കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല, തക്കാളി പേസ്റ്റ്, സബോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയാണ് ഞാൻ പരിപ്പിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പരിപ്പിൻ്റെ തിളച്ച് അതിൻ്റെ പതയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ ഇടും കേട്ടോ. ഞാൻ പതയെ കോരി മാറ്റി ഞാൻ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അരി തിളയ്ക്കാറായി, അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് നമുക്ക് പരിപ്പിൽ നമുക്ക് മസാല ഇടണം. കണ്ടില്ലേ, ഞാൻ അരിഞ്ഞ് വെച്ച ഉള്ളിയും മസാലപ്പൊടികളെല്ലാം അതിൽ കൂടെ ഇട്ടു. ഇനി ഒന്നത് ക്ലിക്കാക്കണം. പാകത്തിന് ഉപ്പ് ഇടുക. നമ്മൾ നാട്ടിലെ പോലെ പരിപ്പ് ഒരുപാട് ടൈമൊന്നും വേണ്ട, വേകാൻ കുറച്ച് മതി. 15-20 മിനിറ്റിനകത്ത് പരിപ്പ് റെഡിയാവും. പിന്നെ നമുക്ക് എണ്ണയിൽ കോഴിയൊക്കെ ഇടാൻ ടൈമായിട്ടുണ്ട്. കോഴി ഇട്ടിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പിടുക പരിപ്പിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലാണിത്. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ പരിപ്പ് തൊണ്ട ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് വല്ലപ്പൊരിക്കാൻ ഞാൻ വയ്ക്കത്തുള്ളൂ. പിന്നെ കറികളാണ് വയ്ക്കുന്നത്. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്, പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പണികളൊക്കെ ഏകദേശം. ഇനി ഇതിൽ കുറച്ച് കടുക് വറുത്തിടാനുണ്ട് കേട്ടോ. എങ്കിലേ പരിപ്പിൽ ടേസ്റ്റും കിട്ടും, മണവും കിട്ടും. ഞാൻ പ്രത്യേകിച്ച് ഞാൻ കടുക് വറുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഉച്ചത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. പരിപ്പ്, കോഴി പരിപ്പ്, വെള്ളച്ചോറ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.